wanted to make me happy, basically. He wanted to. Modi's a very good man. Yes. He's a good guy. He knew I was not happy, and it was important to make me happy. They do trade, and we can raise tariffs on them very quickly, and it would be People are very afraid bad of for that. them. മോദി ഈസ് എ ഗുഡ് ഗൈ. ഞാൻ ഹാപ്പി അല്ല എന്ന് മോദിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഹാപ്പിയാക്കാൻ മോദി എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് കേട്ട സമയത്തെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ അല്ലെങ്കിൽ ഒരു നാണും മടിയൊക്കെ തോന്നിയിട്ടോ. പക്ഷെ മോദിക്ക് അതില്ല. നാണും മാനും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു മടി പുള്ളിക്ക് തോന്നിക്കാണില്ല. ഏതായാലും ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്നലെ അമേരിക്കയുടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ചിട്ട് ട്രംപ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് മോദിക്ക് എന്നെ പേടിയാണ്. സത്യത്തിൽ അതാണ് സത്യം. ഈസ് എ ഗുഡ് ഗൈ, നല്ല മനുഷ്യനാണ്. പക്ഷേ ഞാൻ ഹാപ്പി അല്ല എന്ന് മോദിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എന്നെ ഹാപ്പി ആക്കാനാണ് മോദി പലതും ചെയ്തത്. ആ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അതും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സംഖ്യകൾ ഇപ്പം എന്താ പറയാമെന്നറിയോ? ട്രംപ് ബുദ്ധിയില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, പണ്ട് ഫ്രണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും അല്ല. ഇപ്പം ഞങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു വെനസ്വേലയിലൊക്കെ പോയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? പ്രാന്താണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചങ്ങലൊക്കെ ഇടേണ്ടതെന്നൊക്കെ നമ്മുടെ സംഖ്യകൾ ചോദിക്കും കേട്ടോ. പക്ഷെ സത്യത്തിൽ ഈ ട്രംപ് പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. എന്തിനാ ട്രംപ് മോദിയായിട്ട് പണിയത്? നമ്മൾ റഷ്യൻ്റെ അടുത്തുനിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങിക്കുന്നത് അല്ലേ? അതിന് ട്രംപ് പറഞ്ഞ കാര്യം എന്താണ്? റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം നടത്തുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പൈസക്ക് നമ്മൾ അവിടുന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് ആ പൈസ വെച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി, ആ ആയുധങ്ങൾ വെച്ചിട്ടാണ് ഇവർ യുക്രൈനിലെ യുദ്ധം നടത്തുന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിന് ആവശ്യമായ പണം റഷ്യ സംഭരിക്കുന്നത് നമ്മളൊക്കെ പെട്രോൾ വാങ്ങിച്ചിട്ടും ഡീസൽ വാങ്ങിച്ചിട്ടുമാണെന്നാ. അപ്പം അതുകൊണ്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. പകരം നിങ്ങളിപ്പോൾ 10 അവിടെ നിന്ന് വാങ്ങിക്കുന്ന 20 ഞങ്ങൾ തരാം, ഞങ്ങളുടെ നിന്ന് എടുത്തോളാനാണ് ട്രംപ് പറഞ്ഞത്. നമ്മൾ വലിയ എന്താ പറയുക, നമ്മൾ മസിൽ പിടിച്ച് നോക്കി, നമ്മൾ കുറേ മുക്കി നോക്കി, തൂറി നോക്കി, ഒരു രക്ഷയില്ല. നമ്മൾ ചൈനയിൽ പോയി നോക്കി, നമ്മൾ ജപ്പാനിൽ പോയി നോക്കി, നമ്മൾ സകല രാജ്യത്തും ട്രിപ്പ് അടിച്ച് ടൂർ അടിച്ച് വന്നു. അന്ന് സംഖ്യകൾ ഇവിടുന്ന് ആർത്തുല്ലസിച്ച് പറഞ്ഞതാ, നമുക്ക് അമേരിക്കൊന്നും വേണ്ടടാ, നമുക്ക് ജപ്പാൻ ഉണ്ടടാ, നമുക്ക് ചൈന ഉണ്ട്, നമുക്ക് അവരുണ്ട്, റഷ്യ ഉണ്ട്, ഇവരുണ്ട്, മറ്റവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ല, ഒരു മാസം കൊണ്ട് നമുക്ക് ഇവരാരും ഇല്ല എന്ന് മനസ്സിലായി. അതോടുകൂടി നമ്മൾ റഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നവർ നിർത്തി. അവിടെയാണ് ട്രംപ് പറഞ്ഞതിലുള്ള കാര്യം. സംഖ്യ പറഞ്ഞതല്ല, ട്രംപ് പറഞ്ഞതിലുള്ള കാര്യം. മോദിക്ക് പേടിയാണ്. കറക്റ്റാണ്. നമ്മുടെ വിദേശ പോളിസീസ് അത്തരത്തിൽ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി ഈ പറഞ്ഞ അമേരിക്കയെ ഞെട്ടിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അത് ഞെട്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സംഖ്യകൾ പറയുന്നത്. അതിന് പകരം സംഖ്യകൾ പറയുന്നത് മോദിയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്. മോദി ഒരു ഗുഡ് ഗൈ ആണ്. അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. വേണം ഞെട്ടിക്കൽ ബിരിയാണിക്ക് പകരം ഞെട്ടിക്കൽ ക്രൂഡ് ഓയിൽ വരെ നമ്മൾ ഉണ്ടാക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തി. അതുകൊണ്ട് ഞാൻ ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട്. മോദി നല്ല മനുഷ്യനൊക്കെയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് മാത്രമല്ല, ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ട്രംപിൻ്റെ ഒരു MP ഉണ്ട്, പുള്ളി പറഞ്ഞതും കൂടെ കേൾക്കാം നമുക്ക്. എന്നിട്ട് നോക്കാം മോദി ഞെട്ടിച്ചോ, ട്രംപ് ഞെട്ടിച്ചോ, ഞെട്ടിട്ട് മൂത്രമൊഴിച്ചോ ട്രൗസറിൽ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് മൊത്തം ഒന്ന് കേട്ട് നോക്കുക. If you want to end this conflict, then put pressure on Putin's customers. He sanctioned the 2 largest oil companies in Russia, which is the biggest pressure anybody's put on Putin since the war started. But we have 85 co-sponsors to give this president. It's hurting Russia very bad. The sanctions. Oh, yeah. So this bill would allow. And India also is bullish. Yes, sir. So you put a 25% tariff on India for buying Russian oil. I was at the Indian ambassador's house about a month ago, and all he wanted to talk about is how they're buying less Russian oil. Would you tell the president to relieve the tariff? This stuff works. So I'm hoping we'll bring the bill up, and it's from 0 to 500. He picks the number. Nobody else does. But if you're buying cheap Russian oil, keeping Putin's war machine going, we're trying to give the president the ability to make that a hard choice by tariffs. I really do believe that what he did with India is the chief reason India is now buying substantially less Russian oil. So I hope we pass this bill soon. And after this, they wanted to make me happy, basically. He wanted to. Modi's a very good man. Yes. He's a good guy. He knew I was not happy, and it was important to make me happy. They do trade, and we can raise tariffs on them very quickly, and it would be People are very afraid bad for them. All of us say you told me you weren't very thrilled. And I'll tell you something. The Russian economy is lousy. ഈ പറഞ്ഞ എന്താ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നമ്മുടെ ഊക്കി വിടുക. നമ്മുടെ മോദിജിനി ഇന്ത്യനി ഊക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ഇയാളുടെ പേര് എന്ത് ഗ്രഹമായിരുന്നു ഇയാൾ? ലിൻഡേ ഗ്രഹമാണ്. അമേരിക്കയുടെ എന്താ പറയുക, നമ്മുടെ ട്രംപിൻ്റെ സെനറ്റ് അംഗമാണ്. പുള്ളി പച്ചക്ക് നമ്മളായിട്ട് ഊക്കിയതാണ്. പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ താരിഫ് ഇട്ടത്. 25% എന്നുള്ളത് ഞങ്ങൾ 25 കൂടെ കൂട്ടി ഞങ്ങളത് 50 ആക്കി. ആ താരിഫ് ഇട്ടതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത്
ഇന്ത്യൻ അംബാസിഡർ തങ്ങളെ പലവട്ടം വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നികുതി ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചതായിട്ടും നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ഈ പറഞ്ഞ ആളുകളൊക്കെ പോയി കാല് പിടിക്കുന്നുണ്ട്, ഒന്ന് ടാരിഫ് കുറച്ച് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞത്. അപ്പോൾ ട്രംപിൻ്റെ പ്രതികാരത്തിനെ പറ്റിയാണ് പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം. മോദി വളരെ നല്ല മനുഷ്യനാണ്. പ്രധാനമന്ത്രി മോദിയെ ട്രംപ് പുകഴ്ത്തിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മോദി വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഒരു മിടുക്കനാണ് എന്ന് വരെ ട്രംപ് അതിൽ പറയുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ട്രംപിൻ്റെ അതൃപ്തി മോദിക്ക് അറിയാമായിരുന്നുവെന്നും തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു മേക്ക് മീ ഹാപ്പി വേണ്ടിയാണ് ഇന്ത്യ ഈ മാറ്റം വരുത്തിയതെന്നാണ് ട്രംപ് ഇതിലൂടെ പിന്നെ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പം വ്യാപാര കരാറുകളിൽ തങ്ങൾക്ക് പെട്ടെന്ന് നികുതി വർധന ഉണ്ടായതിൽ അത് ഭയങ്കരമായിട്ട് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ടെന്നും ആ തിരിച്ചടിയാണ് എന്താ പറയുക ഇത്തരത്തിൽ മോദി ട്രംപിനെ സന്തോഷിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലോട്ടുള്ള ചിന്ത വന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലെ അംബാസിഡർ ഇവരുടെ കാല് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കൂടിയ താരിഫ് കുറയ്ക്കണം. അപ്പോൾ അടുത്ത പുതിയൊരു ബില്ല് ഞങ്ങൾ പാസ്സാക്കുന്നുണ്ട്, അതിൽ ഈ പറഞ്ഞ താരിഫൊക്കെ കുറയ്ക്കും. കാരണം ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് ഏകദേശം 90% സ്റ്റോപ്പ് ചെയ്ത് അതിന് പകരം 200% അധിക മടങ്ങായിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഡീസൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല കുട്ടിയായിട്ടുള്ള നമ്മുടെ മോദിജിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ട്രംപ് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, പിന്നെ ഇതിൽ പറഞ്ഞ ഒരു കാര്യം, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടേ പുട്ടിൻ്റെ വരുമാന മാർഗങ്ങൾ തടയാനായി ഇന്ത്യ എന്താ പറയുക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ അല്ല അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയൊക്കെ ഇത് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. പറയുന്ന ആരാണ്? വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസം കൊണ്ട് ബോംബിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വിചാരണക്ക് സ്വന്തം നാട്ടിൽ, അതായത് സ്വന്തം അമേരിക്കയിലെ വിചാരണ ചെയ്യിക്കുന്ന നമ്മുടെ ട്രംപണാണ് ഇതൊക്കെ പറയുന്നത്. ഏതായാലും ട്രംപിനെ മോദിക്ക് പേടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. വെറും പേടിയല്ല, നല്ല കടുത്ത പേടി. അതുകൊണ്ട് തന്നെയാണ് മോദി ട്രംപ് പോകുന്ന സ്ഥലങ്ങളിൽ പോവാത്തതും, ട്രംപ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാത്തതും, ട്രംപ് കോൾ വിളിച്ചാൽ എടുക്കാത്തതും, ഒന്നും ചെയ്യാത്തത്. പകരം അംബാസിഡർ പോകുന്നുണ്ട്, ജയശങ്കർ പോകുന്നുണ്ട്, ഇവരൊക്കെ പോയി മാക്സിമം കാല് പിടിച്ച് നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ഊരിത്തരണേ തമ്പുരാനെ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും വളഞ്ഞ് തിരിഞ്ഞ് വേണമെങ്കിൽ ഇരുന്നോളാം, ഞങ്ങളെ ഊരിത്തരണേ എന്ന് പറഞ്ഞത്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ എന്താ പറയുക പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ കേട്ടോ. അത് പറയേണ്ടതെന്നുള്ളത്, ഇന്ത്യയിൽ പ്രതിപക്ഷം ചോദിക്കുന്ന കാര്യം, ഈ വിഷയത്തിൽ ഇന്ത്യയെ വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. സ്വരാജ് ഭരദ്വാജിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ പുള്ളി പറയുന്നത് ട്രംപ് ഇന്ത്യയെ പരസ്യമായി കളിയാക്കുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന് വലിയ നാണക്കേടാണെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പിന്നെ സുപ്രിയ ശ്രീധർ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ വെനിസ്വേലയിൽ അമേരിക്കൻ സൈനിക നീക്കം നടത്തിയപ്പോൾ ഇന്ത്യ പുറത്തിരുന്ന പ്രസ്താവന, ഇന്ത്യയുടെ പ്രസ്താവന നിങ്ങൾക്ക് അറിഞ്ഞായിരുന്നോ? അതായത് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായി പോയി, വെനിസ്വേലയിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനൊന്നും അല്ല ജനാധിപത്യം എന്നൊക്കെ വെറുതെ തള്ളിവിട്ട്. പക്ഷേ അമേരിക്ക ചെയ്തത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല, പരാമർശങ്ങൾ എവിടെയും അമേരിക്കയുടെ പേര് വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? പേടിയാണ്. ആരെ? ട്രംപിന്, മോദിക്ക് നല്ല കട്ട പേടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രസ്താവന വെനിസ്വേലൻ്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത പ്രസ്താവനയിൽ എവിടെയും അമേരിക്കയുടെ പേരോ ട്രംപിൻ്റെ പേരോ വേണ്ടിയിട്ടില്ല. അതൊരു വലിയ ഒരു ഭയപ്പാടാണ് ഇന്ത്യയുടെ എന്നാ പറയുന്നത്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം നടത്തിയിട്ടും ഇന്ത്യ മൗനം പാലിക്കുന്നത് എന്തിനാണെന്നാണ് പുള്ളിക്കാരി ചോദിച്ചിട്ടുള്ളത്. ഇനി രാഹുൽ ഗാന്ധി ഇന്നലെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ കാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ 7 ഫ്ലീറ്റിനെ ഭയപ്പെടാതെ എന്താ പറയുക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ചില ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, ഇന്ത്യക്കാർക്കൊക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിനെ പോലത്തെ ഒരു പ്രധാനമന്ത്രി ഭരിച്ചിരുന്ന നാട്ടിൽ മോദി എന്ന് പറയുന്നത് വെറും നാണക്കേട് മാത്രമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അഭിപ്രായം. ഇനി അതുമാത്രമല്ല, നമ്മുടെ നയതന്ത്ര പോളിസി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാതെ, ഒരു വശത്ത് റഷ്യയായിട്ടുള്ള സൗഹൃദം നമ്മൾ കെട്ടിയുറപ്പിക്കുന്നുണ്ട്, പുടിൻ ഇവിടെ വരുന്നു, നമ്മൾ അവിടെ പോകുന്നു, ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ സമയത്ത് തന്നെ മോദി എന്താ പറയുക ഷാങ്ഹായിൽ ഉച്ചകോടിക്ക് പങ്കെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അമേരിക്ക നിങ്ങൾ എന്ത് പറയാം ഞങ്ങൾ അതുപോലെ ചെയ്തോളാം എന്നും പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ഒരു എന്താ പറയുക 2 തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു പോളിസി, ഒരു സ്ട്രോങ് പോളിസി ഇല്ലാണ്ട് ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം, ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഇന്ത്യയുടെ വിദേശ പോളിസിയിലുള്ള അവസ്ഥ, അടിസ്ഥാനമില്ലാത്ത അവസ്ഥ, നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് അടിസ്ഥാനമില്ലാഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് പോലും ഒരു പാരമ്പര്യവും അടിസ്ഥാനവും ഒരു ചരിത്രമൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതുപോലത്തെ പല എന്താ പറയുക കളിയാക്കലുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മോദിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ സകല ആളുകൾക്കും, വിദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പം ഇതാണ്.